നമസ്കാരം. എച്ച് വേൾഡ് കേരള യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഹയർ സെക്കൻഡറി 2ാം വർഷ തുല്യതാ കോഴ്സിലെ സൂക്ഷ്മ സാമ്പത്തിക ശാസ്ത്രം മൈക്രോ എക്കണോമിക്സ് എന്ന ഫസ്റ്റ് പാർട്ടിലെ സൂക്ഷ്മ സാമ്പത്തിക ശാസ്ത്രത്തിന് ഒരാമുഖം എന്ന ചാപ്റ്ററാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന പഠിതാക്കൾക്ക് ഉപകാരപ്പെടുന്ന ഒരു ചാപ്റ്ററാണ്. ശ്രദ്ധിച്ച് മനസ്സിലാക്കി കാണുക. ചാപ്റ്റർ നോക്കാം. ആദ്യം തന്നെ എന്താണ് എക്കണോമിക്സ് എന്ന് നോക്കാം. എക്കണോമിക്സ് എന്ന് പറയുന്നത് സാമൂഹിക ശാസ്ത്രത്തിൻ്റെ ഒരു ഭാഗമാണ്. നമുക്കറിയാം, മനുഷ്യൻ്റെ ആവശ്യങ്ങൾ പൂർത്തീകരിക്കുവാൻ സമ്പത്ത് വേണം. അതിനെക്കുറിച്ച് പഠിക്കുന്ന ശാസ്ത്രമാണ് സാമ്പത്തിക ശാസ്ത്രം. എന്ന് പറഞ്ഞാൽ സമ്പത്തിനെക്കുറിച്ച് പഠിക്കുന്ന ശാസ്ത്രമാണ് സാമ്പത്തിക ശാസ്ത്രം എന്ന് നമുക്ക് മനസ്സിലാക്കാം. ആഡം സ്മിത്താണ് സാമ്പത്തിക ശാസ്ത്രത്തിൻ്റെ പിതാവ്. 1776 അദ്ദേഹത്തിൻ്റെ വെൽത്ത് ഓഫ് നേഷൻസ് എന്ന ഗ്രന്ഥം പ്രസിദ്ധീകരിച്ചതോടുകൂടിയാണ് എക്കണോമിക്സ് എന്ന ശാസ്ത്രശാഖയുടെ ആവിർഭാവം. അതുപോലെ തന്നെ ആധുനിക സാമ്പത്തിക ശാസ്ത്രത്തിൻ്റെ പിതാവ്, ഫാദർ ഓഫ് മോഡേൺ എക്കണോമിക്സ് ആരാണെന്ന് ചോദിച്ചാലും ആഡം സ്മിത്ത് തന്നെ എന്നെഴുതാം. അപ്പോൾ ആധുനിക സാമ്പത്തിക ശാസ്ത്രത്തിൻ്റെ പിതാവും സാമ്പത്തിക ശാസ്ത്രത്തിൻ്റെ പിതാവും ആഡം സ്മിത്ത് തന്നെയാണ്. ആഡം സ്മിത്തിൻ്റെ പ്രസിദ്ധമായ ഗ്രന്ഥം ഏതാണെന്ന് ചോദിച്ചാൽ വെൽത്ത് ഓഫ് നേഷൻസ് എന്ന് പറയും. 1776 പ്രസിദ്ധീകരിച്ച വെൽത്ത് ഓഫ് നേഷൻസ് ആണ് ആഡം സ്മിത്തിൻ്റെ പ്രസിദ്ധമായ ഗ്രന്ഥം. എന്നാൽ ഈ ശാസ്ത്രശാഖയ്ക്ക് എക്കണോമിക്സ് എന്ന പേര് നൽകിയത് ആൽഫ്രഡ് മാർഷലാണ്. ആൽഫ്രഡ് മാർഷൽ തന്നെയാണ് മൈക്രോ എക്കണോമിക്സ് സൂക്ഷ്മ സാമ്പത്തിക ശാസ്ത്രത്തിൻ്റെ പിതാവ്. ഇദ്ദേഹത്തിൻ്റെ പ്രസിദ്ധമായ ഗ്രന്ഥം പ്രിൻസിപ്പിൾ ഓഫ് എക്കണോമിക്സ് ആണ്. അതുപോലെ തന്നെ മാക്രോ എക്കണോമിക്സിൻ്റെ സ്ഥൂല സാമ്പത്തിക ശാസ്ത്രത്തിൻ്റെ പിതാവ് ആരാണെന്ന് കൂടി നോക്കാം. ജെഎം കെയ്ൻസ് ആണ് സ്ഥൂല സാമ്പത്തിക ശാസ്ത്രത്തിൻ്റെ പിതാവ്. അപ്പോൾ ജെഎം കെയ്ൻസ് ആണ് സ്ഥൂല സാമ്പത്തിക ശാസ്ത്രത്തിൻ്റെ പിതാവ്. ദ ജനറൽ തിയറി ഓഫ് എംപ്ലോയ്മെൻറ്റ്, ഇൻട്രസ്റ്റ് ആൻഡ് മണി എന്നാണ് ഇദ്ദേഹത്തിൻ്റെ പ്രസിദ്ധമായ ഗ്രന്ഥം. സാമ്പത്തിക ശാസ്ത്രത്തെക്കുറിച്ച് പ്രസിദ്ധ സാമ്പത്തിക ശാസ്ത്രജ്ഞനായ ലയണൽ റോബിൻസിൻ്റെ ഒരു നിർവചനമാണ് ദൗർലഭ്യാധിഷ്ഠിത നിർവചനം, സ്കേർസിറ്റി ഡെഫിനിഷൻ എന്ന് പറയുന്നത്. അതിരില്ലാത്ത ആവശ്യങ്ങളും പരിമിതമായ വിഭവങ്ങളും എന്നതിനെക്കുറിച്ച് ആണ് ഇതിൽ പരാമർശിക്കുന്നത്. അടുത്ത പോയിന്റ് നോക്കാം. അടിസ്ഥാന സാമ്പത്തിക പ്രശ്നങ്ങൾ. എന്താണ് അടിസ്ഥാന സാമ്പത്തിക പ്രശ്നങ്ങൾ എന്ന് നമുക്ക് നോക്കാം. ജനങ്ങളുടെ എണ്ണമറ്റ ആവശ്യങ്ങൾക്കനുസരിച്ചുള്ള വിഭവങ്ങളുടെ ദൗർബല്യം മൂലമുണ്ടാകുന്ന സാമ്പത്തിക പ്രശ്നങ്ങളെ അടിസ്ഥാന സാമ്പത്തിക പ്രശ്നങ്ങൾ, ബേസിക് എക്കണോമിക് പ്രോബ്ലംസ് എന്ന് പറയുന്നു. അപ്പോൾ എന്താണ്? ജനങ്ങളുടെ എണ്ണമറ്റ ആവശ്യങ്ങൾക്കനുസരിച്ചുള്ള വിഭവങ്ങളുടെ ദൗർബല്യം മൂലമുണ്ടാകുന്ന സാമ്പത്തിക പ്രശ്നങ്ങളെ അടിസ്ഥാന സാമ്പത്തിക പ്രശ്നങ്ങൾ എന്ന് പറയുന്നു. ഇപ്പോൾ ലോകത്തിലെ മിക്ക രാജ്യങ്ങളും ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ അഭിമുഖീകരിക്കുന്നുണ്ട്. അപ്പോൾ ഇന്ന് ലോകത്തിലെ മിക്ക രാജ്യങ്ങളിൽ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ അഭിമുഖീകരിക്കുന്നുണ്ട്. അടിസ്ഥാന സാമ്പത്തിക പ്രശ്നങ്ങളെ പൊതുവായി 3ആയി തിരിക്കാം. എന്ത് ഉൽപ്പാദിപ്പിക്കണം, എങ്ങനെ ഉൽപ്പാദിപ്പിക്കണം, ആർക്ക് വേണ്ടി ഉൽപ്പാദിപ്പിക്കണം. വാട്ട് ടു പ്രൊഡ്യൂസ്, ഹൗ ടു പ്രൊഡ്യൂസ്, ഫോർ ഹോം ടു പ്രൊഡ്യൂസ് എന്നാണ് പറയുന്നത്. എന്ത് ഉൽപ്പാദിപ്പിക്കണം എന്നുള്ളത് വിഭവങ്ങളുടെ ലഭ്യത, രാജ്യത്തിൻ്റെ ആവശ്യകത എന്നിവയെ ആശ്രയിച്ചിരിക്കും. അപ്പോൾ എന്ത് ഉൽപ്പാദിപ്പിക്കണം എന്നുള്ളത് വിഭവങ്ങളുടെ ലഭ്യത, രാജ്യത്തിൻ്റെ ആവശ്യകത എന്നിവയെ ആശ്രയിച്ചിരിക്കും. എങ്ങനെ ഉൽപ്പാദിപ്പിക്കണം എന്നത് സാങ്കേതിക വിദ്യ തിരഞ്ഞെടുക്കുന്നതിനെ ആശ്രയിച്ചിരിക്കും. ഒരേ സാധനം തന്നെ വ്യത്യസ്തങ്ങളായ സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് ഉൽപ്പാദിപ്പിക്കാൻ സാധിക്കും. സാങ്കേതിക വിദ്യകളെ തൊഴിൽ പ്രാമുഖ്യ സാങ്കേതിക വിദ്യ എന്നും മൂലധന പ്രാമുഖ്യ സാങ്കേതിക വിദ്യ എന്നും 2ആയി തരംതിരിക്കും. അപ്പോൾ എന്തൊക്കെയാണ്? സാങ്കേതിക വിദ്യകളെ തൊഴിൽ പ്രാമുഖ്യ സാങ്കേതിക വിദ്യ, ലേബർ ഇൻറ്റൻസീവ് ടെക്നോളജി എന്നും മൂലധന പ്രാമുഖ്യ സാങ്കേതിക വിദ്യ, ക്യാപിറ്റൽ ഇൻറ്റൻസീവ് ടെക്നോളജി എന്നും 2ആയി തിരിക്കാം. കൂടുതൽ തൊഴിൽ ശക്തിയും കുറച്ച് മൂലധനം ഉപയോഗിച്ച് ഉൽപ്പാദനം നടത്തുന്ന രീതിയാണ് തൊഴിൽ പ്രാമുഖ്യ രീതി. അപ്പോൾ കൂടുതൽ തൊഴിൽ ശക്തിയും കുറച്ച് മൂലധനവും ഉപയോഗിച്ച് ഉൽപ്പാദനം നടത്തുന്ന രീതിയാണ് തൊഴിൽ പ്രാമുഖ്യ രീതി. അതുപോലെ കൂടുതൽ മൂലധനവും കുറച്ച് തൊഴിൽ ശക്തിയും ഉപയോഗിച്ച് ഉൽപ്പാദനം നടത്തുന്ന രീതിയാണ് മൂലധന പ്രാമുഖ്യ രീതി. അപ്പോൾ കൂടുതൽ മൂലധനവും കുറച്ച് തൊഴിൽ ശക്തിയും ഉപയോഗിച്ച് ഉൽപ്പാദനം നടത്തുന്ന രീതിയാണ് മൂലധന പ്രാമുഖ്യ രീതി. ഇത് വിഭവങ്ങളുടെ ലഭ്യത, അവയുടെ വില എന്നിവയെ ആശ്രയിച്ചിരിക്കും. അടുത്തത്, ആർക്ക് വേണ്ടി ഉൽപ്പാദിപ്പിക്കണം. ഭൂമി, തൊഴിൽ ശക്തി, മൂലധനം, സംഘാടനം തുടങ്ങിയ വിഭവങ്ങളുടെ സംയോജിത പ്രവർത്തന ഫലമായാണ് സാധനങ്ങളും സേവനങ്ങളും ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത്. അപ്പോൾ എന്താണ്? ഭൂമി, തൊഴിൽ ശക്തി, മൂലധനം, സംഘാടനം തുടങ്ങിയ വിഭവങ്ങളുടെ സംയോജിത പ്രവർത്തന ഫലമായാണ് സാധനങ്ങളും സേവനങ്ങളും ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത്. അതിനാൽ ഒരു രാജ്യത്ത് ഉൽപ്പാദിപ്പിക്കുന്ന സാധന സേവനങ്ങൾ അഥവാ ഇതിലൂടെ ഉണ്ടാകുന്ന വരുമാനം വിഭവങ്ങളുടെ ഉടമകൾക്ക്, അതായത് നേരത്തെ സൂചിപ്പിച്ച ഭൂമി, തൊഴിൽ ശക്തി, മൂലധനം, സംഘാടനം എന്നിവയ്ക്ക്
ഉൽപാദന പ്രക്രിയയിലെ പങ്കാളിത്തത്തിന്റെ അടിസ്ഥാനത്തിൽ നൽകേണ്ടതുണ്ട്. അപ്പോൾ എന്താണ്? ഒരു രാജ്യത്ത് ഉൽപ്പാദിപ്പിക്കുന്ന സാധന സേവനങ്ങൾ അഥവാ അതിലൂടെ ഉണ്ടാകുന്ന വരുമാനം വിഭവങ്ങളുടെ ഉടമകൾക്ക്, അതായത് നേരത്തെ സൂചിപ്പിച്ച ഭൂമി, തൊഴിൽ ശക്തി, മൂലധനം, സംഘാടനം എന്നിവയ്ക്ക് ഉൽപാദന പ്രക്രിയയിലെ പങ്കാളിത്തത്തിന്റെ അടിസ്ഥാനത്തിൽ നൽകേണ്ടതുണ്ട്. ഭൂമിക്ക് പാട്ടം, തൊഴിൽ ശക്തിക്ക് വേതനം, മൂലധനത്തിന് പലിശ, സംഘാടനത്തിന് ലാഭം എന്നിങ്ങനെ രാജ്യത്തെ വിതരണവുമായി ബന്ധപ്പെട്ടാണ് ആർക്കു വേണ്ടി ഉൽപ്പാദിപ്പിക്കണം എന്ന് തീരുമാനിക്കുന്നത്. അടുത്തത് അടിസ്ഥാന സാമ്പത്തിക പ്രശ്നങ്ങൾ എങ്ങനെ പരിഹരിക്കാമെന്ന് നോക്കാം. അതിന് വിവിധതരം സമ്പദ് വ്യവസ്ഥകളെ കുറിച്ച് അറിയണം. പ്രധാനമായും 3 സമ്പദ് വ്യവസ്ഥകളാണുള്ളത്: മുതലാളിത്ത സമ്പദ് വ്യവസ്ഥ, സോഷ്യലിസ്റ്റ് സമ്പദ് വ്യവസ്ഥ, മിശ്ര സമ്പദ് വ്യവസ്ഥ. ഏതൊക്കെയാണ്? മുതലാളിത്ത സമ്പദ് വ്യവസ്ഥ, സോഷ്യലിസ്റ്റ് സമ്പദ് വ്യവസ്ഥ, മിശ്ര സമ്പദ് വ്യവസ്ഥ. ഈ സമ്പദ് വ്യവസ്ഥകളിൽ അടിസ്ഥാന സാമ്പത്തിക പ്രശ്നങ്ങൾ എങ്ങനെയാണ് പരിഹരിക്കുന്നതെന്ന് നോക്കാം. ആദ്യമായി മുതലാളിത്ത സമ്പദ് വ്യവസ്ഥ നോക്കുകയാണെങ്കിൽ ഉൽപാദന ഘടകങ്ങളുടെ ഏറിയ പങ്കും സ്വകാര്യ വ്യക്തികളുടെ ഉടമസ്ഥതയിലായിരിക്കും. ഇവ ലാഭം ലക്ഷ്യമാക്കി മാത്രം പ്രവർത്തിക്കുന്നവയാണ്. അത്തരം സമ്പദ് വ്യവസ്ഥകളിൽ എല്ലാ സാമ്പത്തിക പ്രവർത്തനങ്ങളെയും ഏകോപിപ്പിക്കുന്നത് മാർക്കറ്റ് അഥവാ കമ്പോളമായിരിക്കും. അതിനാൽ ഇവയെ കമ്പോള സമ്പദ് വ്യവസ്ഥ, മാർക്കറ്റ് എക്കോണമിക് സിസ്റ്റം എന്ന് വിളിക്കാറുണ്ട്. ഇത്തരം സമ്പദ് വ്യവസ്ഥകളിൽ സാമ്പത്തിക പ്രശ്നങ്ങൾ പരിഹരിക്കുന്നത് വില സംവിധാനം, പ്രൈസ് മെക്കാനിസം അഥവാ കമ്പോള സംവിധാനമാണ്. വില സംവിധാനം എന്താണെന്ന് നോക്കാം. ഡിമാൻഡും വിലയും ചേർന്ന് സാധന സേവനങ്ങളുടെ വില നിർണ്ണയിക്കുന്ന സംവിധാനത്തെയാണ് വില സംവിധാനം എന്ന് പറയുന്നത്. അടുത്തത് സോഷ്യലിസ്റ്റ് സമ്പദ് വ്യവസ്ഥ. ഉൽപാദന ഘടകങ്ങൾ പൊതു ഉടമസ്ഥതയിലുള്ളതും കേന്ദ്രീകൃത ആസൂത്രണം അടിസ്ഥാനമാക്കി പ്രവർത്തിക്കുന്നതുമായ സമ്പദ് വ്യവസ്ഥയാണ് സോഷ്യലിസ്റ്റ് സമ്പദ് വ്യവസ്ഥ. അതെന്താണ്? ഉൽപാദന ഘടകങ്ങൾ പൊതു ഉടമസ്ഥതയിലുള്ളതും കേന്ദ്രീകൃത ആസൂത്രണം അടിസ്ഥാനമാക്കി പ്രവർത്തിക്കുന്നതുമായ സമ്പദ് വ്യവസ്ഥയാണ് സോഷ്യലിസ്റ്റ് സമ്പദ് വ്യവസ്ഥ. ഇത്തരം സമ്പദ് വ്യവസ്ഥകളിൽ സാമ്പത്തിക പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുന്നത് സർക്കാർ നിയന്ത്രണത്തിൽ പ്രവർത്തിക്കുന്ന കേന്ദ്ര ആസൂത്രണ വിഭാഗമാണ്. അതിനാൽ ഇത് കേന്ദ്രീകൃത സമ്പദ് വ്യവസ്ഥ, സെൻട്രലി പ്ലാൻഡ് എക്കോണമി എന്നും അറിയപ്പെടുന്നു. അടുത്തത് മിശ്ര സമ്പദ് വ്യവസ്ഥയാണ്. മുതലാളിത്ത സമ്പദ് വ്യവസ്ഥയുടെയും സോഷ്യലിസ്റ്റ് സമ്പദ് വ്യവസ്ഥയുടെയും സവിശേഷതകൾ ചേർന്നതാണ് മിശ്ര സമ്പദ് വ്യവസ്ഥ. ഇന്ന് ഇന്ത്യയിലും അതുപോലെ തന്നെ മിക്ക രാജ്യങ്ങളും പിന്തുടരുന്നത് മിശ്ര സമ്പദ് വ്യവസ്ഥയാണ്. അപ്പോൾ എന്താണ്? മുതലാളിത്ത സമ്പദ് വ്യവസ്ഥയുടെയും സോഷ്യലിസ്റ്റ് സമ്പദ് വ്യവസ്ഥയുടെയും സവിശേഷതകൾ ചേർന്നതാണ് മിശ്ര സമ്പദ് വ്യവസ്ഥ. ഇത്തരം സമ്പദ് വ്യവസ്ഥകളിൽ സാമ്പത്തിക പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുന്നത് വില സംവിധാനവും ആസൂത്രണവും ചേർന്നാണ്. അപ്പോൾ ഇത്തരം സമ്പദ് വ്യവസ്ഥകളിൽ സാമ്പത്തിക പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുന്നത് വില സംവിധാനവും ആസൂത്രണവും ചേർന്നാണ്. അടുത്തത് ഉൽപാദന സാധ്യത വക്രം എന്താണെന്ന് നോക്കാം. ലഭ്യമായ സാങ്കേതിക വിദ്യയും വിഭവങ്ങളും പൂർണ്ണമായി വിനിയോഗിച്ചുകൊണ്ട് ഒരു സമ്പദ് വ്യവസ്ഥയ്ക്ക് ഉൽപ്പാദിപ്പിക്കാൻ കഴിയുന്ന 2 സാധനങ്ങളുടെ വ്യത്യസ്തങ്ങളായ അളവുകളുടെ സംയോഗങ്ങളെ യോജിപ്പിച്ച് വരയ്ക്കുമ്പോൾ ലഭിക്കുന്ന വക്രമാണ് ഉൽപാദന സാധ്യതാ വക്രം. അപ്പോൾ എന്താണ്? ലഭ്യമായ സാങ്കേതിക വിദ്യയും വിഭവങ്ങളും പൂർണ്ണമായി വിനിയോഗിച്ചുകൊണ്ട് ഒരു സമ്പദ് വ്യവസ്ഥയ്ക്ക് ഉൽപ്പാദിപ്പിക്കുവാൻ കഴിയുന്ന 2 സാധനങ്ങളുടെ വ്യത്യസ്തങ്ങളായ അളവുകളുടെ സംയോഗങ്ങളെ യോജിപ്പിച്ച് വരയ്ക്കുമ്പോൾ ലഭിക്കുന്ന വക്രമാണ് ഉൽപാദന സാധ്യതാ വക്രം, പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവ്, PPC എന്ന് പറയുന്നത്. ഇതിൻ്റെ ആകൃതി കോൺകേവ് ആയിരിക്കും. ഈ ആശയം അവതരിപ്പിച്ചത് പ്രൊഫസർ PS സാമുവൽസൺ ആണ്. ഈ ആശയം അവതരിപ്പിച്ച ആരാണ്? പ്രൊഫസർ PS സാമുവൽസൺ. ഉൽപാദന സാധ്യതാ വക്രത്തിൻ്റെ ഗ്രാഫ് ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിട്ടുണ്ട്, നോക്കി മനസ്സിലാക്കുക. അടുത്ത പോയിന്റ് നോക്കാം. സൂക്ഷ്മ സാമ്പത്തിക ശാസ്ത്രവും സ്ഥൂല സാമ്പത്തിക ശാസ്ത്രവും, മൈക്രോ എക്കണോമിക്സ് ആൻഡ് മാക്രോ എക്കണോമിക്സ്. അതെന്താണെന്ന് നോക്കാം. സാമ്പത്തിക ശാസ്ത്രത്തെ പ്രസിദ്ധ സാമ്പത്തിക ശാസ്ത്രജ്ഞനായ റാഗ്നർ ഫ്രിഷ് 2ആയി വിഭജിച്ചു. ഇതാണ് സൂക്ഷ്മ സാമ്പത്തിക ശാസ്ത്രവും സ്ഥൂല സാമ്പത്തിക ശാസ്ത്രവും. സമ്പദ് വ്യവസ്ഥയിലെ വ്യക്തിഗത യൂണിറ്റുകളെക്കുറിച്ചുള്ള പഠനമാണ് സൂക്ഷ്മ സാമ്പത്തിക ശാസ്ത്രം, മൈക്രോ എക്കണോമിക്സ്. അതിൽ ഒരു സാധനത്തിൻ്റെ വില, ഒരു ഉപഭോക്താവിൻ്റെ ഡിമാൻഡ്, ഒരു ഉൽപ്പാദകൻ്റെ സപ്ലൈ എന്നീ ഘടകങ്ങളാണ് പ്രതിപാദിക്കുന്നത്. സൂക്ഷ്മ സാമ്പത്തിക ശാസ്ത്രം വില സിദ്ധാന്തം, പ്രൈസ് തിയറി എന്നും അറിയപ്പെടുന്നു. ഒരു സമ്പദ് വ്യവസ്ഥയെ മൊത്തത്തിൽ ബാധിക്കുന്ന ഘടകങ്ങളെക്കുറിച്ചുള്ള പഠനമാണ് സ്ഥൂല സാമ്പത്തിക ശാസ്ത്രം. ഇതിൽ സമ്പദ് വ്യവസ്ഥയിലെ മൊത്തം ഡിമാൻഡ്, മൊത്തം സപ്ലൈ, മൊത്തം വരുമാനം, മൊത്തം തൊഴിൽ എന്നീ ഘടകങ്ങളാണ് പ്രതിപാദിക്കുന്നത്. സ്ഥൂല സാമ്പത്തിക ശാസ്ത്രം വരുമാന സിദ്ധാന്തം, ഇൻകം തിയറി എന്നും അറിയപ്പെടുന്നു. ഇത്രയും കാര്യങ്ങളാണ് ഈ ചാപ്റ്ററിൽ നിന്നും മനസ്സിലാക്കാനുള്ളത്. ആവർത്തിച്ച് കേട്ട് പഠിക്കുക. ഈ ക്ലാസ് നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നന്ദി, നമസ്കാരം.